അവരുടെ അവസ്ഥ അറപ്പാണോ പഴുത്തിരിക്കുന്നു കേട്ടോ തല. അതായത് ഈ പായസൊക്കെ തേച്ച് ചുമന്നൊക്കെ ഇരിക്കുന്ന കുറെ ടീംസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ക്യൂർ ആക്കി നോർമൽ നമ്മുടെ സ്കിൻ കളറിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ, ഉത്സവം തോന്നുന്നു, ഉത്സവം. മുടി കട്ട് ചെയ്തിട്ടാണോ വന്നേ? എന്തിനാ? അതിന്റെ ആവശ്യമൊന്നും ഇല്ല. ഒരുപാട് ലോങ്ങുള്ള മുടിയൊക്കെ ചെയ്തത് കണ്ടിട്ടില്ലേ? എന്തിനാ മാവ മുടിയൊക്കെ കട്ട് ചെയ്തത്? എന്റെ എളുപ്പത്തിനാണോ? എനിക്ക് എന്റെ എളുപ്പം നോക്കണ്ട. എന്തിന് വരണ്ടട്ടാ? വെള്ള ക്രീം കളർ ഉണ്ടോ? തല ഫുള്ള് അതാണ് അത്ര സ്മെല്ല് നമുക്ക് വന്നത്. നമ്മൾ ഇത്ര ഡിസ്റ്റൻസ് നിൽക്കുമ്പോൾ ആ സ്മെല്ല് വരാനുള്ള കാരണവും ഇതൊക്കെ തന്നെയാണ് ഇപ്പം മനസ്സിലായി. അപ്പോൾ വാഷ് നേരെ ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കും, കാരണം നമുക്ക് ഇങ്ങനെ പോലും എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ വെള്ളം പോലും കുഞ്ഞിൻ്റെ തലയിലോട്ട് കയറുന്നില്ലായിരുന്നു, അതായിരുന്നു സംഭവം. അപ്പോൾ വെച്ചാൽ ഞാൻ ഇന്ന് ഒരു വീഡിയോ കണ്ടു, ഒരു പെൺകുട്ടിയുടെ തലയിൽ നിന്ന് ഭയങ്കരമായിട്ട് പെയിനും കാര്യങ്ങളുമായിട്ടൊക്കെ. അപ്പം ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അതായത് എനിക്ക് തലയിൽ നല്ല ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ ആ വീഡിയോ കണ്ടിട്ട് ആളെ കോൺടാക്ട് ചെയ്തപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് പുള്ളിക്കാരി കോഴിക്കോടോ കണ്ണൂരോ ആ ഒരു സ്ഥലമായിരിക്കും. പക്ഷേ ഞാൻ വിളിച്ച് തിരക്കിയപ്പോൾ എൻ്റെ നാടിനടുത്ത് തന്നെ കായംകുളത്താണ് സ്ഥലം വരുന്നത്. റീമേക്ക് സലൂൺ എന്നാണ് സ്പോട്ടിൻ്റെ പേര്. അപ്പം ഞാൻ നേരെ അങ്ങോട്ട് പോകാം. കാരണം എനിക്ക് ഈ ഒരു സൈഡിൽ ഡാൻഡ്രഫ് ആയിരിക്കാം ഭയങ്കര ഇതാണ്. കാരണം ഒന്ന് നമ്മൾ കൂടുതലും പൊടിയിലാണ്, നമ്മൾ ബൈക്കിലാണ്, കാറേക്കാളും കൂടുതൽ ബൈക്കിലാണ് കറങ്ങുന്നത്. സോ പൊടിയടിക്കുക, ഡാൻഡ്രഫ് വരാൻ നല്ല രീതിയിൽ ചാൻസ് ഉണ്ട്. സോ കയറി നോക്കുക എങ്ങനെയുണ്ട്, എന്നിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. എന്തായാലും ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുക്കും, കാരണം അത് കണ്ടിട്ട് അതിൻ്റെ ആഫ്റ്ററും ബിഫോറും ഞാൻ കണ്ടു ആ പെൺകുട്ടിയുടെ. സോ എന്തായാലും പണി അറിയാവുന്ന ആളാണെന്ന് എനിക്ക് മനസ്സിലായി. ഇതാണ് മൈന, അതായത് നമ്മുടെ ഈ സലൂണിൻ്റെ ഓണർ. ആളെൻ്റെ തലയിൽ താരൻ ചെക്ക് ചെയ്യാണ് കേട്ടോ. കാരണം അതൊരു മെഷീനുണ്ട്, ഒരു ലെൻസ് പോലത്തെ ഒരു സാധനമാണ് എൻ്റെ തലയിൽ കൂടി ഇട്ട് ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മൊബൈലിൽ കണക്ട് ചെയ്ത്, അപ്പോൾ മൊബൈലിൻ്റെ ക്യാമറ വഴി നമുക്ക് ഡിസ്പ്ലേ കാണാൻ പറ്റും അതെങ്ങനെയാണ്. എന്നിട്ട് ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ തലയിൽ ഈ താരൻ ഇങ്ങനെ എടുക്കുകയാണ്, ചുരണ്ടി എടുക്കുകയാണ്. കാരണം സ്പാ ചെയ്യുന്നതിന് മുമ്പേ ഇതെല്ലാം ഒന്ന് ചുരണ്ടി ഇളക്കി എടുക്കണം, മനസ്സിലായല്ലേ? അങ്ങനെ ആളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുക. ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ അടിപൊളിയാണ് കേട്ടോ. കാരണം ഞാൻ തന്നെ ഈ വീഡിയോസ് കണ്ടിട്ടാണ് ഇവിടെ വന്നത്. പക്ഷേ വന്നു കഴിഞ്ഞപ്പോഴാണ് അവരുടെ കസ്റ്റമേഴ്സിനോടുള്ള ഒരു പെരുമാറ്റവും കാര്യങ്ങളും ഒക്കെ എനിക്ക് മനസ്സിലായത്. വളരെ ഫ്രീ ആണ് എല്ലാവരും, സ്റ്റാഫായാലും ഓണറായാലും. ഇപ്പം ഓണർ കണ്ടില്ലേ, എൻ്റെ തലയിൽ ഈ വെച്ചേക്കുന്നത് കണ്ടില്ലേ, പുള്ളിക്കാരി തന്നെയാണ് എല്ലാം ചെക്ക് ചെയ്യുന്നത്. എൻ്റെ തലയിലാണെങ്കിൽ അത്യാവശ്യം പൊടി താനാണ്. എനിക്കാണെങ്കിൽ തല നന്നായിട്ട് ചൊറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് താരനില്ല എന്നാണ് പലയിടത്തും പറഞ്ഞത്. ഇങ്ങനെ ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത്. അതുപോലെ തന്നെ ഉണ്ടല്ലേ, ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഓരോ കുരുക്കൾ വന്നിട്ട് പൊട്ടിയതാണ്. എനിക്ക് തല പഴുത്തിരിപ്പുണ്ടായിരുന്നു. ഈ കുരു വന്ന് നമ്മൾ ഭയങ്കരമായിട്ട് ചൊറിയില്ലേ, ഈ നൊണൽ വന്നിട്ട് അങ്ങനെ ചൊറിയുമ്പോൾ എൻ്റെ തല പൊട്ടിയിട്ടുണ്ടായിരുന്നു, ഈ പഴുപ്പ് വന്ന്. അതിനുശേഷം നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമ്മുടെ തല വാഷ് ചെയ്തു, സ്വാഭാവികം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഷാമ്പുവും കണ്ടീഷണറുമാണ് അവർ യൂസ് ചെയ്യുന്നത്. ഇതിന് ശേഷം അവരെൻ്റെ തലയൊന്ന് മസാജ് ചെയ്ത് തന്നു കേട്ടോ. അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു ആ മസാജ്. ഒരു വെറൈറ്റി ഫീൽ തന്നെയാണ്. ആ മസാജിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണ്ട ക്രീമൊക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ക്രീം നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ ഞാൻ വിട്ടുപോയി. ആദ്യം ഒരു മസാജ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു സുഖത്തിൽ ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അതാണ് സംഭവം. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ മൈന പറയും കേട്ടോ. മൈന, അപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ഓൾറെഡി നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടാണ് വന്നത്. ആ പേന എടുക്കുന്നതൊക്കെ ഉരുകുന്ന പേന, നമ്മൾ കാണുമ്പം തന്നെ നമുക്കതൊരു വിഷമം തോന്നും. തനിക്ക് അങ്ങനെ ഒരു ഫീലില്ലേ? വിഷമമാണ്. അറപ്പാണോ? അതെനിക്ക് ഇല്ല. ഈ
ഇത് തൊടുമ്പം ഒന്നും എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഈ പലപ്പോഴും ഗ്ലൗസ് ഇടാതെ തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാൽ എനിക്ക് അവരുടെ വിഷമം കേൾക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് ഫീൽ ആവും. മനസ്സിലായോ? പക്ഷെ സഹിക്കാൻ പറ്റില്ലല്ലോ. ഭയങ്കര ഒരു ഇത് ഓരോരുത്തരുടെ എനിക്ക് ഇത് കേൾക്കുമ്പോ ഉണ്ടല്ലോ അവരുടെ അവസ്ഥ കാര്യങ്ങളൊക്കെ. ഓരോ പിള്ളേർ 4 വർഷം തലയിൽ ഒരു തുള്ളി വെള്ളം ഒഴിക്കാത്ത ഒരു കൊച്ചു വന്നിട്ടുണ്ടായിരുന്നു. രണ്ട് ദിവസമല്ല 3 ദിവസം എടുത്തിട്ട് ഞാനത് ക്ലിയർ ചെയ്ത് കൊടുത്തു. പാതിരാത്രി വരെ ഇവിടെ ഇരുന്നിട്ട് മൊത്തത്തിൽ. കാരണം ഈ പെയിൻ കടിച്ചിട്ടുണ്ടല്ലോ ഇവരെ ബ്ലഡ് ഊറ്റി കുടിക്കുക, എന്നിട്ട് മാസം കേറ്റുവാണ് ചെയ്യുന്നത് ബ്ലഡ് ഇവർക്ക്. അങ്ങനെയാണോ? ഇപ്പൊ അകത്തിരിക്കുന്ന ഒരു ക്ലയന്റിന്റെയും സെയിം അവസ്ഥ തന്നെയാണ്. അപ്പൊ ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ, നമ്മളിപ്പോ ഈ ഒരു ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഇത് വരില്ലേ? പിന്നീട് ഇത് വരില്ലെന്ന് വെച്ചാൽ ഇത് കൂടുതലും അശ്രദ്ധ മൂലമാണല്ലേ സംഭവിക്കുന്നത്. നമ്മളിത് ഒരെണ്ണം പോലും ഇല്ലാതെ മൊത്തത്തിൽ ക്ലിയർ ചെയ്ത് കൊടുക്കും. പിന്നെ നമ്മുടെ ആയിട്ടുള്ള ആഫ്റ്റർ കെയർസ് ഉണ്ട്. അപ്പൊ അതും കൊടുത്ത് അത് ഉപയോഗിക്കേണ്ട രീതിയും ഇനി മെയിൻറ്റെയിൻ ചെയ്യേണ്ട രീതിയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും. അത് ഏതെങ്കിലും ഒരു ബ്രാൻഡാണോ അതോ ഞങ്ങളുടെ സ്വന്തം ബ്രാൻഡ്? ഞാൻ അത് കാണിച്ചു തരാം. അപ്പൊ ഇതാണ് ഞങ്ങളുടെ പ്രോഡക്റ്റ്. ഇതെന്ന് വെച്ചാൽ ഷാംപൂ, കണ്ടീഷണർ, സിറം നിങ്ങളുടെ തന്നെ. ഇതെല്ലാം നമ്മുടെ തന്നെ ഓൺ ബ്രാൻഡാണ്. അപ്പൊ ഇതിന്റെ സ്മെല്ലൊക്കെ അടിച്ചിട്ടാണ് ഇനി പെയിന് കാര്യങ്ങളൊന്നും വരാതിരിക്കുന്നത്. മനസ്സിലായോ? അപ്പം ഇത് ഉപയോഗിക്കേണ്ട രീതികളുണ്ട്. ഇതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കും, കസ്റ്റമറിന് പറഞ്ഞു കൊടുക്കും. അതേ രീതിക്ക് ചെയ്താല് പിന്നെ വരത്തില്ല. വരത്തില്ല. ഇത് അതേ രീതിക്ക് തന്നെ ഫോളോ ചെയ്യണം. ഈ പെയിനൊക്കെ വരാൻ എന്താ കാരണം? വരാൻ കാരണം എന്ന് വെച്ചാൽ ഒന്നാമത് ഇവിടെ വരുന്നവരുടെ മുഴുവൻ പ്രശ്നം എന്ന് വെച്ചാൽ നനഞ്ഞ മുടി കെട്ടിവെക്കും. അതൊരു മെയിൻ റീസൺ ആണ്. നനഞ്ഞ മുടി കെട്ടിവെച്ചിട്ടാണ് ഇത് കൂടുതലും വരുന്നത്. പിന്നെ ഈ മുല്ലപ്പൂ വെച്ചാൽ അത് പണ്ടേ കേട്ടുള്ളതല്ലേ, മുല്ലപ്പൂവിന്റെ മണം അടിച്ചിട്ട് വരും എന്ന്. അത് ഉമ്മയൊക്കെ പണ്ടേ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെനിക്ക് ഇതുവരെ ഇതായിട്ടില്ല. ഇത് നനഞ്ഞ മുടി കെട്ടി വെച്ചിട്ടാണ് മെയിൻ ആയിട്ടും നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടേക്ക്. മുല്ലപ്പൂ വെച്ചാല് പെയിൻ വരുമെന്ന് എന്റെ അമ്മൂമ്മയും പറഞ്ഞിട്ടുണ്ട്, അമ്മയും പറഞ്ഞിട്ടുണ്ട്. കാരണം അവര് കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഞാനും കേട്ടിട്ടുണ്ട്. അങ്ങനെ നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ ആരെങ്കിലും അമ്മയോ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇട്ടേക്ക്, ഒന്ന് മെൻഷൻ അടിച്ചേക്കാൻ പറ്റില്ലേ. പിന്നെ ചെറിയ തോതിൽ പേന് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ആഫ്റ്റർ കെയർ അയച്ചു തരും കേട്ടോ. വിളിച്ചാൽ മതി, നമ്മൾ അവർക്ക് കൊറിയർ ആയിട്ട് അയച്ചു തരും. നിങ്ങൾ അത് ഫോളോ ചെയ്താൽ മതി നമ്മൾ പറയുന്ന രീതിക്ക്. ഞാൻ തന്നെ ഇവിടെ വന്നെന്ന് വെച്ചാൽ എനിക്ക് നല്ല ഡാൻഡ്രഫ് ഞാൻ അറിഞ്ഞില്ല സംഭവം ഉണ്ടെന്ന്. പക്ഷേ ഇവിടെ വന്ന് ഇവരതെന്നെ കാണിച്ചു തന്നു. എൻ്റെ തലയിലുള്ളത് ഇവരൊരു ലെൻസൊക്കെ വെച്ചിട്ട് കാണിച്ചു തന്ന് അതിൽ എനിക്ക് മനസ്സിലായി സാധനം തലയിലുണ്ടെന്ന്. അതിന്റെയാണ് ചിലടത്ത് എനിക്ക് നോണല് പോലെ വരും. ഞാൻ വിചാരിച്ചു ചൂടുകുരു ആണെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ അതല്ലായിരുന്നു. ഡാൻഡ്രഫോട് തന്നെ സ്കാൽപ്പിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വന്നിരിക്കുകയാണ് അത് സാധനം. നല്ല പഴുത്തൊക്കെ ഇരിപ്പുണ്ട്. അപ്പൊ പുള്ളി അത് വിചാരിച്ചില്ല, ഡാൻഡ്രഫ് ഉണ്ടെന്നേ വിചാരിച്ചില്ല. ഞാൻ ആദ്യം വിചാരിച്ചു ചൂടുകുരു വന്നിട്ട് വേർപ്പൊക്കെ തട്ടിയിട്ടേ കുരുക്കൾ വരുന്നതാണെന്നാ വിചാരിച്ചത്. ഞാനാണെങ്കിൽ ചൊറിഞ്ഞിട്ട് അതൊക്കെ പൊട്ടിക്കും. പക്ഷെ സംഭവം ഇതാണെന്നാണ് മനസ്സിലായത്. അപ്പം ഇങ്ങനെയുള്ളവർ ഇതൊന്നും വെച്ചോണ്ടിരിക്കരുത്, നേരെ വരിക. എനിക്ക് തോന്നുന്നു ഇപ്പൊ അത്യാവശ്യം കേരളത്തില് ഇയാൾ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ലൈസിന്റെ നമ്മൾ മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് കോള് വരുന്നതേ നമ്മളെ കണ്ടതിന് ശേഷം വേറെ ആരാണ്ടൊക്കെ തുടങ്ങിയായിരുന്നേ. എന്നിട്ട് നമുക്ക് ഈയിടെ മെഞ്ഞാന്ന് 2 ദിവസം മുന്നേ ഒരു കോള് വന്നത്, അവിടെ പോയിട്ട് ചൂടെങ്ങാണ്ട് വെച്ചിട്ടേ മുടി മൊത്തം പൊഴിഞ്ഞു വന്നു. ഈ സാധനം പോയില്ല, മുടി മൊത്തം പൊഴിഞ്ഞു. നമ്മുടെ വെച്ചാൽ നാച്ചുറൽ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ചൂടെങ്ങാണ്ട് ചെയ്തിട്ട് മുടിയെല്ലാം പോയിട്ട് ഭയങ്കര ചീനായിരുന്നു. അപ്പം ഇതുപോലത്തെ കാര്യങ്ങള് ഇയാളുമായിട്ട് ബന്ധപ്പെടും. എനിക്ക് കേരളത്തിൽ താൻ മാത്രമേ ഉള്ളൂ ലൈസൻസ് ആയിട്ടുള്ളൂ അല്ലേ? ഓക്കെ. കായംകുളത്താണ് സ്പോട്ട് വരുന്നത്. കായംകുളത്ത് കറക്റ്റ് എവിടെയാണ് നമ്മുടെ സ്പോട്ട് വരുന്നത്? കായംകുളത്ത് നമ്മുടെ ONG ജംഗ്ഷൻ പിള്ളാർ കടയുടെ നേരെ ഓപ്പോസിറ്റ്. എല്ലാവർക്കും ഡൗട്ട് വരുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ അപ്പുറം ഒരു പാർലർ ഉണ്ട്. സംഭവം എന്ന് വെച്ചാൽ വരുന്നവരെല്ലാം ജസ്റ്റ് അങ്ങോട്ടാണ് കയറുന്നത്. ഇപ്പൊ നമ്മളെ കാണാത്തത് കൊണ്ട് മാത്രം ഇങ്ങോട്ട് വരുവാണ്. 2 പാർലറും അടുത്തടുത്താണ്. പക്ഷെ നമ്മുടെ പാർലറിന്റെ പേര് റീമേക്ക് എന്നാണ് കേട്ടോ. റീമേക്ക് എന്നാണ്. ഓക്കെ. അപ്പം മാക്സിമം എല്ലാവരും നോക്കുക. ബെനിഫിറ്റ് മസ്റ്റ് ആണ്. കാരണം ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ ഒരുപാട് കസ്റ്റമേഴ്സിനെ കണ്ടു. അയർലൻഡിൽ ഒരു ചേട്ടൻ വന്ന്, ചേട്ടൻ ഭയങ്കര പുള്ളി അവിടെ നിന്ന് വന്ന് പുള്ളിയുടെ ഇനി ആൾക്കാർ ഇനിയും വരുമെന്നൊക്കെ പറഞ്ഞ് കൊച്ചേട്ടൻ പോയി. കൊച്ചേട്ടൻ നല്ല രസമായിരുന്നു, എന്റർടൈൻമെന്റ് ആയിരുന്നു. എങ്കിലും ഓക്കെ ആയിരുന്നു. അതുപോലെ ഇപ്പം എൻ്റേതും ചെയ്തു. എനിക്ക് അത്യാവശ്യം നല്ല ഒരു വ്യത്യാസം, തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ചൊറിച്ചിലൊക്കെ ഈ ടൈമിലൊക്കെ ഞാൻ അങ്ങനെ ചൊറിയേണ്ടതാണ്. പക്ഷേ ഇപ്പൊ എനിക്ക് ചൊറിച്ചിലില്ല, ചൊറിച്ചിലൊക്കെ മാറി. വേറെ ഒന്നും തെറ്റിയിരിക്കരുത് കേട്ടോ. ഇനി അടുത്ത വെച്ചാല് ഫേഷ്യലും കൂടെ ചെയ്യണം അല്ലേ? നല്ല ടാന് കാര്യങ്ങളൊക്കെ കുറച്ച് പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഓടി നടക്കുന്നതല്ലേ വിടാന്ന് വെച്ച്. കാരണം പുള്ളി എപ്പോഴും വെയിലത്ത് ഇങ്ങനെ അലഞ്ഞിട്ടുള്ളതാണ്. അപ്പം പുള്ളി ടാൻ അടിച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നല്ലൊരു ഫേഷ്യൽ കാര്യങ്ങളൊക്കെ കൊടുത്ത് അടിപൊളിയാക്കിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് വിടാം. അപ്പൊ അത് ഞാൻ കാണിച്ചു തരാം. ഫേഷ്യൽ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാനേ ഫ്രൂട്ട്സിന്റെ ഒരു ഫേഷ്യലാണ് കേട്ടോ എടുത്തത്.
അത്യാവശ്യം അടിപൊളിയാണ് ഇവരുടെ ഫേഷ്യലും കാര്യങ്ങളൊക്കെ. എനിക്ക് ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് പറഞ്ഞുതരാൻ എനിക്കറിയില്ല. പക്ഷേ എനിക്ക് നല്ല പോലെ അതായത് ഈ ക്രീം ഇട്ട് ഇവർ ഫേഷ്യൽ ഈ മസാജ് ചെയ്യുന്നത് കണ്ടില്ലേ, ആ ടൈമിലൊക്കെ എനിക്ക് വളരെ വളരെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനെ ഇരുന്ന് ചെയ്യുമ്പം നമ്മുടെ ഫേസിലെ രക്തയോട്ടങ്ങൾ കൂടാനും അതുപോലെ തന്നെ നമുക്ക് ഈ ടാനും കാര്യങ്ങളൊക്കെ വളരെയധികം റിമൂവ് ആവാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇവരുടെ മെയിൻ ക്വാളിറ്റി എന്ന് വെച്ചാൽ ഇവർ ഈ കൈകളേക്കാൾ കൂടുതൽ മെഷീൻ വഴിയാണ് ചെയ്യുന്നത്. ഇപ്പം തന്നെ എൻ്റെ മുഖം കണ്ടില്ലേ, അത്യാവശ്യം ടാനും കാര്യങ്ങളൊക്കെ പോയി നന്നായിട്ടുണ്ട് കേട്ടോ. എടോ അപ്പോൾ ഡൗട്ട് ചോദിച്ചോട്ടെ, ഇവിടെ നിങ്ങൾക്ക് ഈ സർവീസ് മാത്രമേ ഉള്ളൂ, അത് ഈ പേൻപിടുത്തം മാത്രമേ ഉള്ളൂ അതോ? പേൻപിടുത്തം ഓക്കെ, നമുക്ക് പേൻപിടുത്തം മാത്രമല്ല ഉള്ളത്. എല്ലാവർക്കും മനസ്സിലാവണ്ടേ, നമ്മളിപ്പോൾ ഇംഗ്ലീഷ് സംസാരിച്ചാൽ മനസ്സിലാകാത്ത ഒത്തിരി പേര് കാണും. അപ്പോൾ പുള്ളി പറഞ്ഞാൽ നമുക്ക് പേൻപിടുത്തം മാത്രമല്ല ഉള്ളത്, നമുക്ക് സ്കിന്നിന്റെ ഹെയറിന്റെ ഫുൾ സർവീസ് നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് കേട്ടോ. പിന്നെ ഈ കാണുന്ന ഐറ്റംസ് എല്ലാം നിങ്ങളുടെ ഓൺ പ്രോഡക്റ്റ്? ഇതൊക്കെ നമ്മുടെ ഓൺ പ്രോഡക്റ്റ് ആണ്. ഇതൊക്കെ തേച്ചാൽ വല്ല ഇല്ല ഒരു കുഴപ്പവും വരത്തില്ല. നമ്മൾ ഡാമേജ് സ്കിന്നില്ല, ഇത് വൈറ്റനിങ് ക്രീമാണ്. ഡാമേജ് സ്കിന്നിന് വരെ അതായത് ഈ പായസൊക്കെ തേച്ച് ചുമന്നൊക്കെ ഇരിക്കുന്ന കുറെ ടീംസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ക്യൂർ ആക്കി നോർമൽ നമ്മുടെ സ്കിൻ കളറിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് അതിന് ചവറേന്ന് വരെ കസ്റ്റമർ വരുന്നുണ്ട്. ഭയങ്കര റിവ്യൂ ആണ്. പിന്നെ നമ്മുടെ ഷാമ്പൂ, കണ്ടീഷണർ, നമ്മുടെ സിറം, പിന്നെ നമ്മുടെ നല്ല മണമാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് നമുക്ക് ഈ ഷാമ്പൂ കണ്ടീഷണർ ഒക്കെ നോർമൽ ആയിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാം. ഈ പേനിന്റെ മാത്രമല്ല, ഫ്രീസി ഹെയർ ഒക്കെ ഉള്ള എല്ലാവർക്കും ഇത് മൊത്തത്തിൽ യൂസ് ചെയ്യാം. പിന്നെ സൺസ്ക്രീന് നമുക്ക് 70 എബോ ആണുള്ളത്. അപ്പോൾ ഇത്ര ഐറ്റം ആണ് നമുക്കുള്ളത്. ഇത് നമ്മൾ ഓൺലൈനായിട്ടും എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നുണ്ട്. വേണ്ടവർ പറഞ്ഞാൽ നമ്മൾ അത് നിങ്ങൾക്ക് അയച്ചു. ഇപ്പൊ നിങ്ങൾ ട്രീറ്റ്മെന്റിന് ഇവിടെ ആൾക്കാർ വരുവാണെങ്കിൽ ഇപ്പം തന്നെ ഞാൻ കണ്ടു, മറ്റേ അയർലൻഡുകാരനോട് പറയുന്നത് ഞാൻ കേട്ടു, വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരണം. ആ ഒരു മൈൻഡ് അതെന്താണെന്നറിയോ, പുള്ളി വിളിച്ചിട്ട് കിട്ടുന്നില്ല. എല്ലാവരും വരാതെ നമുക്ക് സെക്കൻഡ് കണക്കിനാണ് കോള് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ കോളും അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അവരോട് നമ്മൾ പറയുന്ന വാട്സപ്പിൽ മെസ്സേജ് അയക്കാനാണ് പറയുന്നത്. പലരും അത് ശ്രദ്ധിക്കുന്നില്ല, ഈ കോള് തന്നെ വിളിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്നെയാണ് പുള്ളി ബുക്ക് ചെയ്യാതെ. വാട്സപ്പ് നമ്പർ ഞാൻ തന്നേക്കാം കേട്ടോ, താഴെ കൊടുത്തേക്കാം, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇനി അത് കാരണം ഇനി വരാതിരിക്കരുത് അല്ലേ, ബുക്ക് ചെയ്തിട്ട് വേണം വരാൻ. കാരണം എപ്പോഴും അവൈലബിൾ ആവണമെന്നില്ല. ബിസി ലൈഫാണ്, എന്ത് ചെയ്യാനാ, ഫുഡ് കഴിക്കാൻ പോലും നേരെയില്ല. ഞങ്ങൾ കഴിച്ചായിരുന്നു പക്ഷെ സർവീസും കാര്യങ്ങളൊക്കെ പക്കയാണ് കേട്ടോ. നമ്മൾ കോമഡി ആയിട്ട് എന്തെങ്കിലും പറയുമെങ്കിലും പക്ഷേ സർവീസും കാര്യങ്ങളും പക്കയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് സാധാരണ ഈ സമയത്ത് ഞാൻ ചൊറിഞ്ഞുകൊണ്ടിരിക്കേണ്ട തലയാണ്, ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു മൈൻഡ് തോന്നുന്നില്ല. പക്ഷെ കൈ ഇടയ്ക്ക് പോകുന്നുണ്ട്, പഴക്കത്തിന്റെയാണ്. കൈ ഇടയ്ക്ക് പോകുന്നുണ്ട്, പക്ഷെ അത് ചൊറിഞ്ഞിട്ടല്ല, ആ ഒരു ശീലം വന്നുകൊണ്ടാണ്. അപ്പം ഈ ഡാർക്ക് ഇത് വന്നിട്ടില്ലേ, ഈ ക്രീം ഇട്ടാ പോവല്ലേ. എനിക്ക് ഇവിടെ 2 ഡാർക്ക് വന്നിട്ടുണ്ട്. അത് എന്തുകൊണ്ടാ? പിഗ്മെന്റേഷൻ വരുന്നതാണല്ലോ. ആണല്ലേ. എനിക്ക് ഇത് 2 ഇങ്ങനെ 2 പാട് ഇങ്ങനെ വന്നു. ഞാൻ വിചാരിച്ചു കഷ്ടപ്പാടാന്നാ വിചാരിച്ചത്. ക്രീം ഇട്ടാ മാറും, കഷ്ടപ്പാടൊക്കെ മാറും. സർവീസ് ഒക്കെ ഇഷ്ടപ്പെട്ട, സർവീസ് ഒക്കെ നൈസായിരുന്നു. പ്രത്യേകിച്ച് ഇവരുടെ കസ്റ്റമേഴ്സിനോടുള്ള ആ ഒരു പെരുമാറ്റവും കാര്യങ്ങളും, സ്റ്റാഫ് ആയാലും എനിക്ക് തോന്നുന്ന ഒരു ഫാമിലി പോലാണ് ഇവരെല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. ലൈക്ക് നമുക്ക് പുതിയതായിട്ട് വന്നിട്ട് പരിചയപ്പെടുന്ന ആ ഒരു ഫീലോ കാര്യങ്ങളും കിട്ടില്ല. കസ്റ്റമേഴ്സിന്റെ അടുത്ത് എങ്ങനെ പെരുമാറണമെന്ന് പഠിച്ചിട്ടുണ്ട്, പരിപാടിയൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അല്ല, അത് പഠിച്ചല്ല, അത് നാച്ചുറൽ ആയിട്ട് വരുന്നതാണ്. കാരണം വെച്ചാലേ ഈ ജാഡ ഇത് കസ്റ്റമർ ആണ്, ഇത് സ്റ്റാഫ് ആണെന്നുള്ള രീതിയിൽ പെരുമാറാതെ ജോലി അടിച്ചിട്ടല്ല. അങ്ങനെ തന്നെ ഇപ്പൊ പരിചയപ്പെട്ടേ ഉള്ളൂ. അതൊക്കെ എനിക്ക് ജന്മനുള്ളൂ. അപ്പൊ എനിവേ നൈസ് ടു മീറ്റ് യു. പരിപാടിയൊക്കെ സൂപ്പർ ആട്ടെ. ഇനി എല്ലാവരുടെയും പേനൊക്കെ പിടിച്ച് കേരളത്തെ മുഴുവൻ പേന് കമന്റ് വരുന്നുണ്ട്. പേന് കേരളത്തിലെ എല്ലാ ജില്ലയിലും പേൻ എടുത്തു കൊടുക്കുന്നു. വരട്ടെ, നല്ല കാര്യം. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിൽ അയർലൻഡിൽ നിന്ന് വരെ വന്നായിരുന്നു നമ്മള്. ഞങ്ങൾക്ക് എല്ലായിടത്തുനിന്നും പിടിയുണ്ട്. അപ്പം അടിപൊളി. നിങ്ങളുടെ അഭിപ്രായം, ഇവിടെ വന്നവർ ഉണ്ടെങ്കിൽ, ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായിട്ട്, അത് ഇപ്പം ജെന്യുവായിട്ട് എന്ത് അഭിപ്രായം ഉണ്ടായാലും കമന്റ് ഇടുക. പിന്നെ ഇനി വരാനുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കൊടുത്തേക്കാം, അത് കോൺടാക്ട് ചെയ്യുക, വരിക, എടുക്കുക. നിങ്ങളുടെ സർവീസ് എന്താണെന്ന് വെക്കുക. പെയിൻ കടിയൊക്കെ ഉണ്ടെങ്കിൽ അത് തീർക്കുക.